അള്ളാഹു എന്നെ ശകാരിക്കാൻ കാരണക്കാരനായവന് സ്വാഗതം. അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നബി തങ്ങൾ ഈ വാചകങ്ങൾ പറഞ്ഞ് സ്വീകരിച്ചതായി ഹദീസുകളിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുമായി ഒരു ഉന്നതതല യോഗം കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. ഈ മുഴുവൻ ഖുറൈശികളെയും ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ തിരികെ അയക്കുകയോ അല്ലെങ്കിൽ മോശമായി പെരുമാറുകയോ ഒന്നും ചെയ്തില്ല. മറിച്ച് ഉമ്മു മക്തൂമിന് കൊടുക്കേണ്ട ഒരു പരിഗണന കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു നബിതങ്ങളെ തിരുത്തിക്കൊണ്ട് ശകാരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അബസയെ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിലും ഒരുപാട് ഉമ്മു മക്തൂമുമാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, കുടുംബത്തിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും അവരോട് ഈ നിലയിൽ ഒരു മോശമായ പെരുമാറ്റമെന്നല്ല, ഒരു പരിഗണനക്കുറവ് അവരുടെ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിദുഅഫായിക്കും. നിങ്ങൾക്ക് മുഴുവൻ സഹായങ്ങൾ ലഭിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിലുള്ള വിഭവങ്ങൾ ലഭിക്കുന്നതുമെല്ലാം ഈ പാവപ്പെട്ട ഇവരെ പരിഗണിച്ചിട്ടാണ്.